നമസ്കാരം. സഹപാഠിയുടെ മൂക്കിടിച്ച് തകർത്തുവെന്ന പരാതിയിൽ 3 ദിവസത്തിനു ശേഷം കേസെടുക്കാൻ ആറന്മുള പോലീസ് നിർബന്ധിതരായി. KSUവും യൂത്ത് കോൺഗ്രസും ചേർന്ന് നടത്തിയ ഉപരോധ സമരത്തിനൊടുവിൽ കടമനിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് വിദ്യാർത്ഥി ജെയ്സനെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉപരോധ സമരവുമായി സ്റ്റേഷനുള്ളിൽ കയറിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെയും കേസുണ്ടാകും. മൗണ്ട് സിയോൺ ലോ കോളേജിലെ 4ാം വർഷ LLB വിദ്യാർത്ഥി ജെയ്സനാണ് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുകയും ശരീരത്തെ പിടിച്ച് അപമാനിക്കുകയും ചെയ്തുവെന്ന് പെൺകുട്ടി ആറന്മുള പോലീസിന് മൊഴി നൽകിയിട്ട് 3 ദിവസമായി. എന്നാൽ രാഷ്ട്രീയ സ്വാധീനത്തെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. മൂക്കിന്റെ പാലത്തിന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയുടെ മാതാവ് ഇൻസ്പെക്ടറെ വിളിച്ച് കരഞ്ഞിട്ടും കേസെടുക്കാനുള്ള നടപടിയുണ്ടായില്ല. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, KSU ജില്ലാ പ്രസിഡന്റ് അലൻ ജിയോ മൈക്കിൾ എന്നിവരുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയെയും കൂട്ടി ആറന്മുള പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സ്റ്റേഷനുള്ളിൽ കടന്ന റൈറ്ററുടെ ക്യാബിന് മുന്നിൽ പ്രവർത്തകർ ഉപരോധ സമരം തുടങ്ങിയതോടെ പോലീസ് വെട്ടിലായി. തുടർന്ന് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുകയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ ബേബി, ഷംന ഷബീർ, സിബി മൈലപ്ര, മണ്ഡലം പ്രസിഡന്റ് ഏതൻ, നേതാക്കളായ ആരോൺ ബിജ്ലി, അഭിനവ് മഴുവഞ്ചേരി, ആൽഫിൻ പുത്തൻ കയ്യാലക്കൽ, ജസ്റ്റിൻ ഓമല്ലൂർ, സതീഷ് ആറന്മുള, റിനോയ് ആറന്മുള, ഹരീഷ് ആറന്മുള എന്നിവർ ഉപരോധത്തിന് നേതൃത്വം വഹിച്ചു. ബുധനാഴ്ച രാവിലെ 11-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് സംഭവം. മൂക്കിനിടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടെ മറ്റൊരു വിദ്യാർത്ഥിനിയെ ആക്രമിച്ചു എന്നൊരു കള്ള പരാതി ഈ വിദ്യാർത്ഥിനിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. SFI നേതൃത്വം മുൻകൈയെടുത്താണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പളായിരുന്ന രാജനെ പുറത്താക്കാൻ വേണ്ടി ഒന്നിച്ച് സമരം ചെയ്തവരാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയും SFI നേതാവ് ജെയ്സണും. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്ന് പ്രിൻസിപ്പലിനെ നീക്കാൻ MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടി നിർദ്ദേശം നൽകിയിരുന്നു. ജെയ്സന്റെ പരാതിയിലായിരുന്നു അത്. സമരത്തിന് പോയ വിദ്യാർത്ഥികളുടെ ഹാജർ സംബന്ധിച്ച് അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. ജെയ്സണും മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കും പരീക്ഷ എഴുതാനുള്ള ഹാജർ ഉണ്ടായിരുന്നില്ല. പരീക്ഷ എഴുതാനുള്ള ഹാജർ സംഘടിപ്പിക്കാമെന്ന് ജെയ്സൺ വാക്ക് നൽകിയിരുന്നു അത്രേ. ജെയ്സന് പരീക്ഷ എഴുതാൻ അനുവാദം കിട്ടുകയും വിദ്യാർത്ഥിനിക്ക് ലഭിക്കാതെ വരികയും ചെയ്തു. ഇതിന്റെ പേരിൽ നടന്ന തർക്കത്തിനൊടുവിൽ ജെയ്സൺ വിദ്യാർത്ഥിനിയെ ആക്രമിച്ചുവെന്നാണ് പരാതി. ശരീരത്തിൽ പിടിച്ച് അപമാനിച്ചുവെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകിയിരുന്നു. അതിനിടെ ജെയ്സൺ പരീക്ഷ എഴുതാൻ ഹാജർ സമ്പാദിച്ചത് വ്യാജമായിട്ടാണെന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. വ്യാജ ഹാജർ വിഷയത്തിൽ പ്രിൻസിപ്പാൾ അടക്കം കുടുങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പാൾ അച്ചടക്കം കർശനമായി പാലിച്ചു പോരുന്നയാളായിരുന്നു. ഇദ്ദേഹത്തെ കള്ളപ്പരാതി നൽകി SFIക്ക് സിൻഡിക്കേറ്റിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് പുറത്താക്കിയതെന്ന് പറയപ്പെടുന്നു. ജെയ്സൺ അടക്കമുള്ളവർക്ക് പരീക്ഷ എഴുതാൻ ഹാജർ നൽകാതിരുന്നതാണ് അദ്ദേഹത്തിനെതിരെ തിരിയാൻ കാരണം. സിൻഡിക്കേറ്റിൽ സമ്മർദ്ദം ചെലുത്തി പുറത്താക്കിയ പഴയ പ്രിൻസിപ്പലിന് പകരം വന്നയാൾ SFIക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നാണ് ആരോപണം. വ്യാജ ഹാജർ വിഷയത്തിൽ പ്രിൻസിപ്പാൾ അടക്കം കൊടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. പത്തനംതിട്ട ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിദ്യാർത്ഥിനി DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ട എന്നിവർ ഇന്നലെ സന്ദർശിച്ചിരുന്നു. വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ അക്രമം പ്രതിഷേധാർഹമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ കോളേജ് മാനേജ്മെന്റും പോലീസും സ്വീകരിക്കണമെന്നും DCC പ്രസിഡന്റ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു.